SAG, your one stop for news and entertainment. Watch SAG News. നമസ്കാരം. അടുത്തിടെ കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വാർത്തകളിൽ ഒന്നായിരുന്നു സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി പണം സ്വരൂപിക്കാൻ പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂർ നടത്തിയ യാചകയാത്ര. യാചകയാത്ര കേരളത്തിൽ വിജയം കണ്ടപ്പോൾ ബോച്ചയ്ക്കൊപ്പം തന്നെ ശ്രദ്ധിക്കപ്പെട്ട താരമായി മാറുകയായിരുന്നു ബോച്ചയുടെ വാഹനമായ ഫോർഡ് F650 എന്ന സൂപ്പർ ട്രക്ക്. ആര് കണ്ടാലും നോക്കി നിന്നു പോകുന്ന ആനവണ്ടി എന്ന് തന്നെയാണ് ഈ വാഹനത്തെ വാഹനപ്രേമികൾ വിശേഷിപ്പിക്കുന്നത്. അടുത്തിടെ ദുബായിൽ നിന്ന് കാർനെറ്റ് വഴി ഫോർഡ് F650 സൂപ്പർ ട്രക്ക് ഇന്ത്യയിലേക്ക് ബോച്ചെ ഇറക്കുമതി ചെയ്തത് തന്നെ വലിയ വാർത്തയായിരുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ വിറ്റഴിക്കപ്പെടുന്ന ഏറ്റവും വലിയ ട്രക്കുകളിൽ ഒന്നാണ് ഫോർഡ് F650. അടിച്ചു പൊളിച്ച് ചെത്തി നടക്കാൻ വേണ്ടിയും ബോച്ചെ ടി ലക്കി ഡ്രോ ടിക്കറ്റിന്റെ ലോഞ്ചിന് വേണ്ടിയുമാണ് ഈ വണ്ടി കാർനെറ്റ് വഴി കൊണ്ടുവന്നത്. എന്നാൽ ഇതിനേക്കാളൊക്കെ വലിയ ഒരു നല്ല ഉദ്ദേശത്തിലേക്ക് ഈ വാഹനം മാറുകയായിരുന്നു. അബ്ദുൾ റഹീമിന് വേണ്ടി ആളുകളോട് കാശ് ചോദിക്കാൻ പോയത് ഈ വാഹനത്തിലാണ്. ഒരു ജീവൻ രക്ഷിച്ച വണ്ടിയാണ്. ഇന്ത്യയിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത വണ്ടിയാണിത്. ഏഷ്യയിൽ തന്നെ ആകെ 3 ഈ വാഹനമുള്ളൂ. ഇത് ഇവിടെ ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. തിരിച്ചു ദുബായിലേക്ക് തന്നെ കാർനെറ്റിൽ കൊണ്ടുപോകും. എനിക്കിവിടെ സ്ഥിരമായി ഇത് ഉപയോഗിക്കാൻ വേണ്ടി ഈ വാഹനം കൊണ്ടുവന്നാൽ 4 കോടി രൂപ വില വരും എന്നാണ് ബോച്ചെ ഈ വാഹനത്തെ കുറിച്ച് പറയുന്നത്. ഫോർഡ് എന്ന കമ്പനിയുടെ പിക്കപ്പ് സീരീസ് ആയ F സീരീസ് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. അതിൽ F150, F250, F350 എന്നിവയ്ക്ക് ശേഷം വന്ന മോഡലാണ് F650. ഒരു അൾട്ടിമേറ്റ് ട്രക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇതിന്റെ സൂപ്പർ ഡ്യൂട്ടി എന്ന വേരിയന്റ് ആണ് ബോച്ചെ ഉപയോഗിക്കുന്നത്. ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പിക്കപ്പ് വാൻ എന്നാണ് ആളുകൾ ഈ വാഹനത്തെ വിശേഷിപ്പിക്കുന്നത്. 6.7 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഈ വാഹനത്തിൻ്റെത്. ഫോർഡിന്റെ ലോഗോയുടെ പുറത്ത് ഈ വാഹനത്തിന്റെ ബോച്ചെ സ്വന്തം ലോഗാണ് ഉപയോഗിക്കുന്നത്. LED ഫെസിലിറ്റി അല്ലാതെ ഹാലജൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള വലിയ ഹെഡ് ലാമ്പുകളാണ് ഈ വാഹനത്തിന്റെ മറ്റൊരു സവിശേഷത. വലിയ വാഹനമായതുകൊണ്ട് തന്നെ ആളുകൾക്കും പെട്ടെന്ന് ശ്രദ്ധിക്കുവാൻ തക്ക രീതിയിലുള്ള പ്രത്യേക ലൈറ്റിംഗ് ഫെസിലിറ്റിയാണ് ഈ വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. ഇന്ത്യൻ സേഫ്റ്റി സ്റ്റാൻഡേർഡിലുള്ള തരത്തിലുള്ള ബമ്പറുകളല്ല ഈ വാഹനത്തിൻ്റെത്. വലിയ സ്റ്റീൽ ബമ്പറുകളാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. വാഹനത്തിന് റിച്ച്നെസ് നൽകുന്ന തരത്തിലുള്ള ഒരു സ്റ്റീൽ കവറിങ്ങും ഇതിന് മുന്നിലായിട്ടുണ്ട്. ആളുകൾ വാങ്ങിയ ശേഷം പിൻഭാഗം മോഡിഫൈ ചെയ്ത് എടുക്കാവുന്ന രീതിയിലും അല്ലാതെ ഫോർഡ് തന്നെ ചെയ്ത് എടുക്കുന്ന രീതിയിലും ഈ വാഹനം വിപണിയിലുണ്ട്. മുന്നിലും പിന്നിലുമായി 4 വീതം ഇൻഡിക്കേറ്റർ യൂണിറ്റുകൾ ആണ് ഈ വാഹനത്തിനുള്ളത്. 2 ഫ്യൂവൽ ടാങ്കുകളുള്ള ഈ വാഹനത്തിന്റെ ഫ്യൂവൽ കപ്പാസിറ്റി മൊത്തം 435 ലിറ്റർ ആണ്. 4, 5, 6 റേഞ്ചിലാണ് ഇതിന്റെ മൈലേജ് ലഭിക്കുന്നത്. ട്രക്കിന് വളരെ ഉയരമുള്ളത് കൊണ്ട് തന്നെ ക്യാബിനിലേക്ക് കയറാൻ ഒന്നിലധികം സ്റ്റെപ്പ് ലെവലുകളും ഉണ്ട്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.